ആരും പേടിക്കണ്ട, ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ ദിവസമായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നാണ് അതിനൊരു ദിവസം ഒത്തു വന്നത്. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ഇത്തിരി വീട്ടിൽ ഇരിക്കുന്നത്. ഇത് രാവിലെ ഉറക്കണിട്ട് പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഞാൻ രാവിലെ എൻ്റെ പല്ലൊക്കെ തേച്ചായിരുന്നു. അതിന് ശേഷമാണ് വന്നിരുന്നിട്ട് രാവിലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എന്നും ഫുഡ് കാപ്പി കുടിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ രാവിലെ എണീറ്റ ഉടനെ എനിക്ക് അന്ന് കഴുകാനുള്ള തുണികളെല്ലാം മുക്കി വെക്കും. ഏകദേശം ഒരാഴ്ചത്തെ തുണികൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതെല്ലാം കൂടെ ഞാൻ രാവിലെ മുക്കി വെച്ചിട്ട് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ കഴുകും. എന്തോ പണ്ടോട്ടേ അങ്ങനെയാണ്, ശീലിച്ചു പോയി. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ തേയില കുടിച്ചു, കാപ്പി, ദോശയും മീൻ കറി. ഞാൻ അപ്പോൾ കഴിച്ചു വന്ന സമയത്ത് അമ്മ ഒന്ന് എന്തൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ എനിക്ക് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് തന്നു, ഞാൻ അത് കഴിച്ചു. പിന്നെ ഞാനും അമ്മയും കുറച്ച് നേരം ഒരു സിനിമ കണ്ടു. അത് ലീവ് ഇട്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾ നമ്മുടെ സ്ഥിരം ഇതാണ്, ഞാനും അമ്മയും കൂടെ എന്തെങ്കിലുമൊക്കെ സിനിമ കാണും. അത് കഴിഞ്ഞ് ഇത് കുറച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയാണ്. ഞാൻ നേരെ കടയിൽ പോയി. വേറൊന്നുമല്ല, ഞാനൊരു സംഭവം യൂട്യൂബിൽ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു സംഭവം പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. വേറെ നല്ല തലയിൽ നല്ല താരനുണ്ട്. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു റെമഡി ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. മുട്ടയും തൈരും എന്തായിരുന്നു നാരങ്ങയും, ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരം മാറുമെന്ന്. എൻ്റെ അമ്മ പറഞ്ഞ ഒരു ഉപ്പും കൂടെ ഇട്ടാൽ കറിക്കായിരുന്നു. കോമഡിയായിരുന്നു. പക്ഷെ എന്തോ കേട്ടോ, എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഓൺ വോയിസ് ഇടുന്ന സമയത്ത് ഞാൻ അതിന് റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നിൽക്കുവാണല്ലോ. അപ്പോൾ അത് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 1-2 തവണയും കൂടെ ട്രൈ ചെയ്യണമെന്നാണ് അതിലുണ്ടായിരുന്നത്. അപ്പം ഇനി ഒന്നുകൂടെ നോക്കിയിട്ട് നന്നായിട്ട് മാറുവാണെങ്കിൽ ഞാൻ പറയാം. എനിക്കിപ്പം വലുതായിട്ട് തോന്നുന്നില്ല, ചെറുതായിട്ട്. അപ്പോൾ അത് ഞാൻ തലയിൽ തേച്ചതിന് ശേഷം അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് പോയി. എനിക്ക് വണ്ടി കഴുകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ്. ഞാൻ വേറെ എന്ത് ജോലി ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, എൻ്റെ കർത്താവ്യം അത് ചെയ്യണമല്ലോ എന്നിങ്ങനെ കരഞ്ഞായിരിക്കും ചെയ്യണേ. പക്ഷെ ഞാൻ വണ്ടി കഴുകുന്നത് മാത്രം, വണ്ടിയുടെ റിലേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പറഞ്ഞാൽ സന്തോഷത്തോടെ ചെയ്യത്തുള്ളൂ. എനിക്ക് വണ്ടി കഴുകുന്നത് ഇതുവരെയും വണ്ടി കഴുകണമല്ലോ എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കില്ല, അങ്ങനെ എന്താണ്ടോ പറയത്തില്ലേ, ആ സെയിം സിറ്റുവേഷനാണ് ഇവിടെ. ഈ വണ്ടി ഞാൻ എപ്പോഴും കഴുകും. മുമ്പ് ആഴ്ചതോറും കഴുകിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ലീവ് കിട്ടാത്തത് കാരണം മാസത്തിൽ 1-2 തവണയൊക്കെ ആയി. പിന്നെ വണ്ടി കഴുകി ഞാൻ തുടച്ചൊക്കെ കൊടുക്കും. അമ്മ പറയും അത് കൊച്ചാന്ന്. ഞാൻ കുളിപ്പിച്ച് തുടച്ച് അതിന് തുണി ഇട്ട് കൊടുക്കും. എല്ലാം ചെയ്താലേ എനിക്കൊരു സംതൃപ്തിയാവുള്ളൂ. അതിനുശേഷം ഇതൊരു 5-6 മണിയൊക്കെ ആയേട്ടാ, അപ്പോഴാണ് ഞാൻ തുണി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പണ്ടോട്ട് അങ്ങനെയാണ്, രാവിലെ മുക്കി വെച്ചിട്ട് വൈകിട്ട് കഴുകും. അതിപ്പോൾ എത്ര ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എനിക്ക് അമ്മ ചായ ഇട്ട് തന്നു, ചായ കുടിച്ചു. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചു. പ്രത്യേകിച്ച് എടുത്ത് വെച്ചിരുന്ന വീഡിയോകൾ എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, വെറുപ്പിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ.